അമ്മേ അമ്മേ അമ്മേനെ അമ്മേനെ എവിടെ പോയി? വീട് ആരും എത്രന്ന് പറയും? 20 രൂപ. 20 രൂപയോ? ആ, ഇത്ര അടുത്ത് പോയതിനോ? ഈ രാത്രിയിലെ ഓട്ടത്തിന് ഈ കാശ് കിട്ടണം, ഇല്ലേ മുതലാവില്ല. അമ്മേ, എന്ത് യോഗ്യത? ഒന്നും പറയണ്ട, ഒന്നും പറയടാ. പിടിച്ചമ്മേ. ക്ലബിൽ നിന്ന് ഞാൻ വന്ന് അറിഞ്ഞപ്പോ ഇവൾ വിളിച്ച് ചോദിച്ചു തലവേദനയ്ക്കുള്ള മരുന്നുണ്ടോ. അനിയന്റെ ഭാര്യ എന്റെ അനിയത്തിയല്ലേ? ഞാൻ മരുന്നുമായി വന്നു. എന്ത് പറയാനമ്മേ? ഇവൾ എന്നെ കയറി പിടിച്ചു. ബലാത്കാരമായിരുന്നു. ഇത് കണ്ടില്ലേ? നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിയാൻ വലിയ ബുദ്ധിമുട്ടാ. വിശ്വസിക്കരുത്. പറഞ്ഞു പറ്റിച്ച് ഈ കുടുംബത്തിൽ കയറി വന്നോളടി. നീ നിന്നെ വിശ്വസിക്കണോ? ഒരു കാമ പിശാചിനെയാടാ നിന്റെ തലയിൽ അമ്മ കെട്ടിവെച്ചിരിക്കുന്നത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അമ്മയെ പറഞ്ഞാ മതി. എന്തുണ്ടായി ചേട്ടാ? നിങ്ങൾ പുറത്തു പോയപ്പോ അവൾക്ക് എന്നെ വേണോ? ഞെട്ടണ്ട, കേറി ചെന്ന് അവളോട് ചോദിക്ക. എന്റെ മക്കളെ നീ നശിപ്പിക്കും, ഈ കുടുംബം നീ നശിപ്പിക്കും. എല്ലാ മാനസിക നീ എന്ത് പറയാനാ? ഞാൻ വിശ്വസിക്കൂ, നിരപരാധിയാണ്. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എന്നെ പിടിച്ചതാ. എന്റെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാണ്. എന്നെ
ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മോളെ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവളെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. എന്താന്ന് തീരുമാനിച്ചിട്ട് നീ പോയാ മതി. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ ഒരു തീരുമാനമായിട്ട് വരാം. അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. എന്താണ് അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരുക്കത്തോട് വരാമെന്ന്. അവൻ നമ്മുടെ വലയത്തിന് പുറത്താ, പിടിച്ചിട്ടാൻ കഴിയില്ല. അവൾ ഗർഭിണിയാണെന്ന്. ശരിയാണോ അമ്മേ? അവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. രണ്ടുപേർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? വഞ്ചനയുടെ മുകളിൽ വഞ്ചന. ഒരു ചുക്കും ഇങ്ങോട്ട് കൊണ്ടുവരാത്തവൻ നാളെ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് അവകാശം വാങ്ങിക്കും. ഇനി ഒരു നിമിഷം വൈകൂടാ. എന്തിന്? എന്തിനും ചോദിക്കണം. എന്തെങ്കിലും ചെയ്യടാ. എന്തെങ്കിലും അല്ല, അവസാനത്തെ കൈ തന്നെ. മനസ്സിലായോ? ഇത്രയും നടന്നിട്ട് ഇന്നലെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നെനിക്കറിഞ്ഞൂടാ. ഒരു വഴി എന്റെ മുമ്പിലുണ്ട്, ആത്മഹത്യ. ചിലപ്പോൾ എനിക്ക് എഴുതാൻ വയ്യടി. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. അങ്ങോട്ട് വന്ന് കാണാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഇങ്ങോട്ട് വരാമോ? നിന്റെ ആരാധന.